എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോളോട് ഗിരിദേവനും വനമാലി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. വനമാലി പറഞ്ഞു, ഉണ്ണിമോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, എന്തു വന്നാലും ഉണ്ണിമോൾക്ക് മനസ്സിന് ധൈര്യം ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യാനുള്ള ധൈര്യം ഉണ്ണിമോളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതൊക്കെ ഉണ്ണിമോൾ ആർജിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിമോൾക്ക് വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ വനമാലിയും ഗിരിദേവനും കൂടെ കൊടുക്കുകയാണ്. ഗിരിദേവൻ ഉണ്ണിമോളോട് പറഞ്ഞു, കഴുത്തി മാല വേണ്ടില്ലേ, ഇപ്പൊ ഉണ്ണിമോള് ആരാ, സ്വാമിയാണ്. അതുകൊണ്ട് ഉണ്ണിമോൾക്ക് ശബരിമലയ്ക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെ ഉണ്ണിമോള് മനസ്സിൽ ഉറച്ചു വിശ്വസിക്കണം. എന്തൊക്കെ വന്നാലും തനിക്ക് സാധിക്കും എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരിക്കും. ചിലപ്പം കൈയും കാലും ഒക്കെ തളർന്നു പോയേക്കാം, കണ്ണൊക്കെ മറിഞ്ഞു പോയേക്കാം. പക്ഷെ എന്നാലും അതിലൊന്നും ഉണ്ണിമോള് തളരരുതെന്ന് പറയാണ്. ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനസയും വിനോദും മുത്തശ്ശിയും കൂടെ വന്നു. ഉണ്ണിമോള് നേരെ മുത്തശ്ശി അടുത്ത് എന്നിട്ട് പറഞ്ഞു, മുത്തശ്ശി, എനിക്ക് ആദ്യം ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ശബരിമലയ്ക്ക് അവൻ പെട്ടെന്ന് മാല ഇട്ട് കഴിഞ്ഞപ്പം. പക്ഷെ ഇപ്പോഴെന്റെ മനസ്സിൽ നിന്ന് ആ പേടിയൊക്കെ അങ്ങോട്ട് പോയി. ദേ ഗിരിദേവനും വനമാലിച്ചേട്ടനും കൂടെ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്നോട് പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. എന്റെ മനസ്സിലെ പേടിയും ഭയമൊക്കെ അതുകൊണ്ട് പോയെന്ന് പറയാണ്. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ, ഗിരിദേവനും വനമാലിയും കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഉണ്ണിമോള് ഭയക്കുന്നേ, ഉണ്ണിമോൾക്കൊന്നും സംഭവിക്കില്ല. അല്ലെങ്കിലും ശബരിമലയിലേക്ക് എന്തിനാ പോണേ, ഉണ്ണിമോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അയ്യപ്പസ്വാമിനെ കാണാൻ വേണ്ടിയല്ലേ. അതുകൊണ്ട് അയ്യപ്പസ്വാമി മോൾക്ക് ഒരാപത്തും വരത്തില്ല. മോള് ധൈര്യമായിട്ടിരുന്നു, ശബരിമലയ്ക്ക് പോവാൻ കാത്തിരുന്നോളാം പറയണം. അപ്പോഴേക്കും പെട്ടെന്ന് ഉണ്ണിമോള് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിമോളുടെ കണ്ണൊക്കെ പതുക്കി ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. എന്താ മോളെ, എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല മുത്തശ്ശി, എനിക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട്, കണ്ണിനകത്തേക്ക് ഇരുട്ട് കയറുന്നു, നാവൊക്കെ കുഴഞ്ഞു പോകുന്ന പോലെ തോന്നുവാന്ന് പറയണം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ണിമോള് പെട്ടെന്ന് തല ഇറങ്ങി വീണു. വിനോദ് ഓടിച്ചെന്നങ്ങോട്ട് പിടിക്കുകയാണ്. തല ഇറങ്ങി കണ്ണിനകത്ത് ഇരുട്ട് കയറി. എന്താ സംഭവം എന്നറിയത്തില്ല. മുത്തശ്ശി എന്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ഉണ്ണിമോളുടെ അടുത്തേക്ക് വന്ന് ഉണ്ണിമോളെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയം വനമാലി അനസൂയോട് പറഞ്ഞു, അല്ല, പാമ്പേടി ഏറ്റിട്ടാണെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാലോ, ഒന്ന് നോക്ക്, എന്താ സംഭവിച്ചെന്ന് അറിയാലോ എന്ന് പറയണം. ഇനി പാമ്പേടി ഏറ്റതിന്റെ വല്ല ലക്ഷണം ഉണ്ണിമോളുടെ ശരീരത്തെ എവിടെയെങ്കിലും പാടം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറയാണ്. അനസൂയ അങ്ങനെ പോയി നോക്കിക്കഴിഞ്ഞപ്പം കാലില് രണ്ട് പല്ലിറങ്ങിയതിന്റെ പാട്, അവിടുന്ന് ചോര ഇങ്ങനെ പനിച്ചിരിക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി, പാമ്പേടി ഏറ്റു. അങ്ങനെ നാഗദേവ തന്റെ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നു. താൻ രക്ഷപ്പെട്ടു എന്നൊരു ചിന്ത അനസൂയയുടെ മനസ്സിലുണ്ടായി. ചുണ്ടിലൊരു ചെറു പുഞ്ചിരി വന്നു. പക്ഷെ അത് ആരും കാണാതെ അനസൂയ പതുക്കെ ഒളിപ്പിക്കുവാണ് ആ ചെറു പുഞ്ചിരി, രക്ഷപ്പെട്ടെന്നുള്ള രീതിയിൽ. പിന്നീട് വിനോദവും, എന്റെ ഭഗവാനെ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, അനസൂയ പറഞ്ഞത് പാമ്പേടി ഏറ്റ തന്നെയാ. പെട്ടെന്ന് വിനോദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഓടിപ്പോയി ഒരു വണ്ടി വിളിച്ചോണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് വിനോദ് അങ്ങോട്ടേക്ക് ഓടുകയാണ്. ആ സമയം അനസൂയ പറഞ്ഞു, ഞാൻ ഇപ്പോഴേക്കും ഇപ്പൊ വരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് മാറിപ്പോവാണ്. നേരെ ചെല്ലുന്ന മിനിയെ വിളിക്കാനായിട്ടാണ്. ജയനുള്ള ചായയായിട്ട് മിനി അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പോഴാണ് ഫോൺ വരുന്നത്. മിനി പെട്ടെന്ന് ഫോണുമായിട്ട് അങ്ങോട്ട് മാറുവാണ്. എന്താ അനസൂയ, കാര്യം പറ. അതെ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യം നടന്നു. ദേവതകൾ നമ്മളെ കഴിഞ്ഞു. അവളെ പാമ്പുകടി ഏറ്റെന്ന് പറയുന്ന അവൾക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിനി പറഞ്ഞു, ആഹാ, രക്ഷപ്പെട്ടല്ലോ. പക്ഷേങ്കില് ഒരു കാര്യമുണ്ട്, ഇപ്പോഴാ അവൾക്ക് പതുക്കെ ബോധമൊക്കെ പോയി തുടങ്ങുന്നേ. എന്നാലും അത്ര വലിയ ഇത് കാര്യമായിട്ട് സംഭവിച്ചില്ല, വിഷം വ്യാപിക്കുന്നോളെന്ന് പറയണം. ഇത് കേട്ടതും മിനി പറഞ്ഞു, അല്ല എന്നാലും എനിക്കൊരു സംശയമുണ്ട് അനസൂയെ, അവള് മരിച്ചോണ്ടിരിക്കുകയെന്നല്ലേ പറഞ്ഞേ, ഇനിയും പാടാനായിട്ട് 2 പൂവുണ്ട്, കളർ മാറാനായിട്ട് 2 പൂവുണ്ട്. ഇതുവരെയായിട്ടും അവള് മരണപ്പെട്ടിട്ടില്ല അർത്ഥം, അവൾക്ക് ഇനി ആയുസ് ബാക്കിയുണ്ടെന്നാ. ഒരു പക്ഷെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവൻ രക്ഷപ്പെടുമായിരിക്കും. നീ എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കാൻ പറയണം. ഇത് കേട്ട് ഇനിയിപ്പോൾ അനസൂയ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെല്ലാം ഞാൻ പറഞ്ഞേ, അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവൾ രക്ഷപ്പെടുമായിരിക്കും. അപ്പൊ എന്താ ചെയ്യണ്ടേ, എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചാൽ മതി. പിന്നീട് മിനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയാണ്, എന്തൊക്കെ ചെയ്യണം. കാരണം ഒരു കാരണവശാലും ഉണ്ണിമോള് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം കേട്ടിഞ്ഞപ്പോൾ അനസൂയയ്ക്ക് സന്തോഷമായി. ശരി മിനി ചേച്ചി, ഞാൻ പിന്നീട് വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് നേരെ ഉണ്ണിമോളുടെ അടുത്തേക്ക് വരുവാണ്. അപ്പോഴേക്കും വിനോദ് ഒരു വണ്ടി വിളിച്ചുകൊണ്ട് വന്നു, ഒരു കാർ വിളിച്ചുകൊണ്ട് വന്നു. ഉണ്ണിമോളെ പെട്ടെന്ന് അതിനകത്തേക്ക് വിനോദ് കയറ്റുവാണ്. അങ്ങനെ വിനോദ് കയറ്റി കഴിഞ്ഞപ്പോഴത്തേനും അനസൂയ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ആ സമയം ഗിരിദേവനോട് മുത്തശ്ശി പറഞ്ഞു, ഗിരിദേവ, നിങ്ങൾ ആരെങ്കിലും കൂടെ ചെല്ലുവാണെങ്കിൽ എനിക്കൊരു ധൈര്യമുണ്ട്, ഗിരിദേവനുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമുണ്ടെന്ന് പറയാണ്. ഈ അനസൂയ അത് കേട്ടു. അനസൂയയ്ക്കൊരു അബദ്ധം മനസ്സിലായി. അനസൂയ പെട്ടെന്ന് പറഞ്ഞു, അതെന്തിനാ ഗിരിദേവൻ വരുന്നേ, ഒരു കാര്യം ചെയ്യാൻ, ഞാൻ പൊക്കോളാം, ഞാൻ പോയാൽ മതി ഉണ്ണിമോളുടെ കൂടെ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഇത് കേട്ട് മുത്തശ്ശി പറഞ്ഞു, ഗിരിദേവനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഗിരിദേവൻ വരാനായിട്ടാ, ഗിരിദേവൻ വന്നാൽ ശരിയാത്തില്ല, ഗിരിദേവൻ അവിടെ ചെന്ന് ഡോക്ടർമാരെ പഠിപ്പിക്കാൻ നിൽക്കും, അവസാനം മിക്കവാറും അവർക്ക് ദേഷ്യം വരികയും ചെയ്യും. അതിന്റെ കാര്യമൊന്നുമില്ല, എനിക്കറിയാലോ കാര്യങ്ങളൊക്കെ അത്യാവശ്യം, അത് മതി, ഗിരിദേവൻ വരേണ്ട കാര്യമില്ല. ഗിരിദേവൻ എവിടെ ചെന്നാലും
ഗിരിദേവൻ വലിയ ആളാന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതിന്റെ കാര്യമില്ല എന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, നിനക്ക് എന്താ ഗിരിദേവനെ കൊണ്ടായ കുഴപ്പം? വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്ന് പറയണം. അവസാനം ഗിരിദേവൻ പറഞ്ഞു, വേണ്ട മുത്തശ്ശി എന്ന് പറയണം. വിനോദ് പറഞ്ഞു, ആരിലേക്കൊന്നും വരുന്നുണ്ടോ? ഇത് ഉണ്ണിമോൾക്ക് തീരെ വയ്യ, സമയം പോയെന്ന് പറയണം. അങ്ങനെ അവസാനം ഉണ്ണിമോളെയും കൊണ്ട് അനസയും വിനോദവും കൂടെ പോവാണ്. ഈ സമയം ഗിരിദേവനോട് മുത്തശ്ശി പറഞ്ഞു, ക്ഷമിക്കണം കേട്ടോ, അവൾക്ക് ഉണ്ണിമോൾക്ക് അങ്ങനെ വയ്യായിക വന്നുകൊണ്ടുള്ള ദേഷ്യ സങ്കടമൊക്കെ വന്നാ ഒന്നും കാര്യമായിട്ട് എടുക്കണമെന്ന് ഗിരിദേവനോട് പറയാണ്. ഗിരിദേവന് പക്ഷെ അറിയാം അനസൂയയുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്. അവളാണ് ഈ ചതിയൊക്കെ ചെയ്തത്. ഇപ്പം യമദേവന് അവള് നാഗത്തിന്റെ പ്രഭാവത്തിൽ വന്നിരിക്കുന്ന കാരണം അവൾ അനസൂയാണോ? ഒറ്റയെടുത്ത് കാരണമാണ്. അനസൂയ കാരണമാണ് ഇങ്ങനത്തെ ഇപ്പോഴും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അത് പക്ഷെ മുത്തശ്ശിക്ക് അറിയത്തില്ലല്ലോ. മുത്തശ്ശി ഓർത്തോണ്ടിരിക്കുന്ന അനസൂയക്ക് ഇപ്പോഴും ഉണ്ണിമോളോട് സ്നേഹമാണെന്ന് ഓർത്തോണ്ടായിരിക്കണേ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി അനസൂയ ചിന്തിക്കുകയാണ്, എങ്ങനെയെങ്കിലും യാത്ര മുടക്കണം. ഹോസ്പിറ്റലിലേക്ക് പോയാൽ ഒരുപക്ഷെ ഇവള് രക്ഷപ്പെടാൻ പാടില്ല. ക്രൂര മനസ്സിൽ ഇങ്ങനെ ക്രൂര ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് വിനോദിനോട്, വിനോദേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെടുമെന്ന് ചോദിക്കുക. എന്തിന്? അല്ല തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്, നീ കാര്യം പറ അനസൂയ. അല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാം. എന്താ അനസൂയ നീ അങ്ങനെ പറഞ്ഞേ? അല്ല ഞാന് പാമ്പേടിയേറ്റവരെയൊക്കെ ചികിത്സിച്ചിട്ടുണ്ടല്ലോ, ഞാൻ വിഷഹാരിയാണല്ലോ, അപ്പൊ എനിക്ക് അറിയാനായിട്ട് സാധിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നവരെ പാമ്പേടിയേറ്റ് ചെയ്യുമ്പം അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാൽ അവർ രക്ഷപ്പെടുകയോ ഇല്ലയോ എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറയണേ, ഉണ്ണിമോളെ അങ്ങോട്ട് എത്തിക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാം. നീ എന്തൊക്കെയാണ് അനസൂയ പറയണെന്ന് ചോദിക്കും. അല്ല അന്ന് താരമോൾക്ക് പാമ്പേടിയേറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതല്ലേ, അവസാനം നമ്മൾ എന്ത് ചെയ്തു? അതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? അവിടെ ഞങ്ങൾ ധന്വന്തരി മൂർത്തിയുടെ അടുത്തുനിന്ന് ഒരു ഔഷധം മേടിച്ചുകൊണ്ട് കൊടുത്തതിന് ശേഷമല്ലേ താരമോൾക്ക് സുഖം പ്രാപിച്ചേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ഉണ്ണിമോൾക്ക് സുഖം പ്രാപിക്കണ്ടേ? ഉണ്ണിമോൾക്കും അവിടെ ചെന്നിട്ട് അങ്ങനെ ധന്വന്തരമൂർത്തിയുടെ കയ്യിൽ നിന്ന് ആ ഒരു തീർത്ഥജലം മേടിച്ചുകൊണ്ട് കൊടുക്കുവാണെങ്കിൽ ഉണ്ണിമോളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുക. ഇത് കേട്ടതും വിനോദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഗിരിദേവൻ ഇതിനെക്കുറിച്ച് പറയേണ്ടായിരുന്നല്ലോ, ഗിരിദേവനൊന്നും പറഞ്ഞില്ലോ എന്ന് പറയാം. അവൻ ചിലപ്പോൾ പറയാൻ മറന്നുപോയതായിരിക്കും. ഒരു കാര്യം ചെയ്യാം, വണ്ടി നമുക്ക് തിരിച്ചുവിട്. ഗിരിദേവനല്ലേ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാവുന്നുള്ളൂ. ഗിരിദേവനോട് ചോദിച്ചറിയാം ആ ക്ഷേത്രം എവിടെയാന്ന്, എവിടെ ചെന്നാൽ ആ തീർത്ഥേലം കിട്ടുമെന്ന്. ഉണ്ണിമോളുടെ ജീവൻ രക്ഷിക്കാൻ ഇത്രയും നല്ല മാർഗം വേറെ ഇല്ലെന്ന് പറയണം. അനസൂയയുടെ ക്രൂര മനസ്സ് കാരണം അനസൂയ ഇങ്ങനെയൊക്കെ പറയണേ. ഉണ്ണിമോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി രക്ഷപ്പെടൂലോ, അപ്പോൾ അവളും മരിക്കാൻ വേണ്ട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിനോദിനൊന്നും അറിയത്തില്ല. വിനോദ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ണിമോളോടുള്ള സ്നേഹക്കൂടലുകൊണ്ടാന്നാ. പിന്നീട് വിനോദ് പറഞ്ഞ് വണ്ടി തിരിച്ചുവിടാൻ പറയണം. അങ്ങനെ അവൾ നേരെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ഈ സമയം മുത്തശ്ശിയുടെ അടുത്ത് ഗിരിദേവനും വനമാലിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി പറഞ്ഞു, ഗിരിദേവൻ അറിയാലോ എൻ്റെ ഇത് മടി കിടന്ന് അവള് വളർന്നു വന്നേ. എനിക്ക് അവള് മോളായിരുന്നില്ല, അതിനേക്കാൾ ഇവര് എന്താന്ന് എനിക്ക് അറിയില്ല. അത്രയ്ക്ക് എനിക്ക് ജീവനായിരുന്നു എനിക്ക് എൻ്റെ മോളെ. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, വിഷമിച്ചിട്ട് കാര്യമില്ല മുത്തശ്ശി, നമ്മൾ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് ഒന്ന് തയ്യാറെടുക്കാനായിട്ട് സാധിക്കും. കൃത്യസമയത്ത് തന്നെ നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇതിപ്പം ഇങ്ങനെയൊക്കെയാന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ നമുക്ക് സാധിക്കും. മുത്തശ്ശി വിഷമിക്കാതിരിക്കുക, ദൈവമായിട്ട് ആയുസ് കൊടുത്തിരിക്കുന്നതല്ലേ, വിധിയെ തോൽപ്പിക്കാണ്ട് നമുക്ക് സാധിക്കില്ലോ. ദൈവമായിട്ട് കൊടുത്ത ആയുസ് ദൈവത്തിനെ തീരുമാനിക്കട്ടെ എന്ന് പറയണം. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗിരിദേവ. ഇത്രയും കാലം ഞാൻ കാലൊളിച്ച് വളർത്തിയിട്ട് എൻ്റെ മോള് എൻ്റെ കണ്ണിൽ നിന്ന് മായെന്ന് ഓർക്കുമ്പോൾ. ഇത് കേട്ടത് വനമാലി പറഞ്ഞു, മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട, ഉണ്ണിമോൾ ഇങ്ങോട്ട് മടങ്ങിയെത്തും. മുത്തശ്ശിയുടെ അരികിൽ തന്നെ ഉണ്ണിമോൾ ഉണ്ടായിരിക്കും. അവളുടെ ജീവൻ എഴുന്ന് പോകുന്നോളം വരെ മുത്തശ്ശിയുടെ അരിയിലായിരിക്കും. മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് അവളുടെ ജീവൻ പോകത്തുള്ളൂ. അല്ലാതെ അവൾക്ക് ഒരു കാരണവശാലും ഒന്നും സംഭവിക്കാൻ പോല. മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് അവൾ കണ്ണടയ്ക്കുള്ളൂ എന്ന് പറയണം. മുത്തശ്ശി അതോട് കെട്ടിഞ്ഞിപ്പം ഒന്നുകൂടെ വിഷമമായി. അപ്പോഴേക്കും അവരെ കൊണ്ട് പോയ കാറും കൂടി തിരികെ വരുവാണ്. മുത്തശ്ശി പറഞ്ഞു, അയ്യോ അതെന്താ അവർ തിരികെ വരുന്നേ? പിന്നീട് ഉണ്ണിമോളെ പിടിച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയം ഉണ്ണിമോളെ എനിക്ക് തീരെ വയ്യ അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയ്ക്ക് വയ്യായിരുന്നു ഉണ്ണിമോള്, കണ്ണൊക്കെ അടഞ്ഞു പോവാ. പക്ഷെ ഉണ്ണിമോള് ധൈര്യം സംഭരിച്ച് ഇങ്ങനെ നിൽക്കുക. കാരണം ഒരു കാരണവശാലും താനിപ്പം ഇവിടെ തോറ്റു പോകരുത്. ഗിരിദേവനും വനമാലിയും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പേടിച്ചിട്ടുണ്ടെങ്കിൽ വിഷം പെട്ടെന്ന് തന്നെ ദേഹത്തോട് ശരീരത്തിൽ വ്യാപിക്കാനായിട്ട് തുടങ്ങും. അതൊരു കാരണവശാലും പാടില്ല. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, എന്താ വിനോദേ നീ എന്തിനാ ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഇനിയിപ്പം ഹോസ്പിറ്റലിലേക്ക് പോയിട്ടും കാര്യമില്ലെന്നാ അനസൂയ പറയണമെന്ന് പറയും. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞു നിൽക്കാം? അത് പിന്നെ അമ്മ, ഞാൻ കുറെ ആൾക്കാരെയൊക്കെ ജീവൻ തിരികെ കൊടുത്തിട്ടുള്ളതല്ലേ, കുറെ ആൾക്കാരെ രക്ഷിച്ചിട്ടുള്ളതല്ലേ, എനിക്കറിയാം ഓരോരുത്തരെ കണ്ടു കഴിയുമ്പോഴത്തേനും അവർ രക്ഷപ്പെടുവോ അല്ലയോ എന്നൊക്കെ എന്നും പറഞ്ഞിട്ട് ഉണ്ണിമോള് മരിക്കുമെന്നല്ല ഞാൻ പറയണേ. അന്ന് താരമോൾക്ക് ആവത്ത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ ധന്വന്തരിമൂർത്തിയുടെ കയ്യിൽ നിന്ന് എന്തോ അമൃതജലം വാങ്ങി കഴിച്ചതിന് ശേഷമല്ലേ താരയുടെ ജീവൻ രക്ഷപ്പെടുത്തിയത്. ഹോസ്പിറ്റലിൽ നിന്ന് വരെ അവളെ ഉപേക്ഷിച്ചു വിട്ടല്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഉണ്ണിമോളെ ജീവൻ രക്ഷിക്കാനായിട്ട് അതാ നല്ല മാർഗം എന്ന് പറയാം. ഇത് കേട്ട് മുത്തശ്ശിക്ക് ദേഷ്യം അടിച്ചു വന്നു.
മുത്തശ്ശി പറഞ്ഞു, നീ എന്തൊക്കെയാ അനസൂയ പറയണേ? ഇതിന്റെ ആവശ്യമുണ്ടോ? നീ ഇങ്ങനെയൊന്നും പറയരുത്. ഇപ്പം ഇവിടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതിന് പകരം ഇങ്ങോട്ട് കൊടുത്തിട്ട് ഒരു മുട്ടാക്കി ന്യായങ്ങൾ പറയണം. നീ ഒരമ്മയല്ലേന്ന് ചോദിക്കും. അതോ ഇനി മനഃപൂർവ്വം നീ ചിന്തിക്കണം അവള് മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ മനസ്സിൽ ആഗ്രഹമാണോ നീ പറയണമെന്ന് ചോദിക്കുക. ഇത് കേട്ടത് അനസൂയ പറഞ്ഞു, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്കെന്റെ താരമോളെ പോലെ തന്നെ ഉണ്ണിമോള്. എന്നിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു എന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചതികളും കാര്യങ്ങളും ഉണ്ടെന്ന്. നീ അവളെ മനഃപൂർവ്വം ഹോസ്പിറ്റലിൽ നിങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. ഇത് കേട്ടതും അനസൂയ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ അമ്മേനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവാം. അപ്പൊ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെക്കപ്പ് നടത്തിക്കുമ്പോൾ ഡോക്ടർ എന്താ പറയണോ നോക്കാം. ഡോക്ടർ പറയാൻ പോകുന്നത് എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതിപ്പോ എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ അമ്മ ഇങ്ങനെ പറയണെന്ന് ചോദിക്കും. അതല്ല അനസൂയ, നിനക്കറിയാലോ എത്രയോ പേർക്ക് ആൾക്കാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ജീവന്റെ ഒരു കണിക ഉണ്ടെങ്കിൽ പോലും ആ ജീവൻ പിടിച്ചു നിർത്താനായിട്ട് ഡോക്ടർമാര് കിണഞ്ഞ് പരിശ്രമിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞേ. ഇത് കേട്ടതും ഗിരിജാൻ പറഞ്ഞു, പേടിക്കേണ്ട മുത്തശ്ശി, സംഭവിക്കാനുള്ള എപ്പോഴാളും സംഭവിക്കും എന്ന് പറയാണ്. മുത്തശ്ശിക്ക് വല്ലാത്തൊരു വിഷമായിപ്പോയി. ഈ സമയം അനസൂയ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയാം, ധന്വന്തമൂർത്തിയുടെ അടുത്ത് ആ ദിവ്യജലം കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ണിമോൾക്ക് സുഖമാണെന്നല്ലേ പറഞ്ഞേ. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, അല്ല ഈ ധന്വന്തരമൂർത്തി ക്ഷേത്രം എവിടെയാന്ന് നിനക്കറിയാവോ? എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ചോദിക്കാനാണ് ഞാനും വിനോദായിട്ട് ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. പിന്നീട് ഗിരിദേവ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. പക്ഷെ ആ ജലം കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നില്ല ഉണ്ണിമോളുടെ അസുഖങ്ങൾ ഭേദമാവുന്ന, ഈ വിഷം മാറുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാണ്. ഉണ്ണിമോളുടെ ശരീരത്തേക്ക് വിഷം വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അനസൂയ പറഞ്ഞു, അല്ല പിന്നെ എന്താ ചെയ്യുന്നേ? വനമാലി പറഞ്ഞു, എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടാതെ, അപ്പൊ ആരും എന്തെങ്കിലും ഒക്കെ ചെയ്യണമല്ലോ, എന്തേലും ചെയ്തെന്ന് വരുത്തി തീർക്കുകയും വേണമല്ലോ എന്ന് പറയാണ്. അനസൂയയുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കിയിട്ടാണ് അവർ രണ്ടുപേരും അങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കണേ. ആ സമയം ഗിരിദേവൻ പറഞ്ഞു, അല്ല എന്താ അനസൂയ ആന്റിയുടെ ലക്ഷ്യം എന്താ? അനസൂയ ആന്റി എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ഉണ്ണിമോൾക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോ ആ ദിവ്യാൌഷധം കൊണ്ടുവന്ന് കൊടുക്കാനാണെന്ന് ചോദിക്കണം. ഇത് കേട്ടതും വിനോദ് പറഞ്ഞു, എനിക്ക് എവിടെയാണെന്നും അറിയത്തില്ല, പക്ഷെ എന്നാലും ഞാൻ തെരഞ്ഞു പോവാം, എവിടെ ചെന്നാലും ഞാൻ അത് എടുത്തുകൊണ്ട് വരാമെന്ന് പറയാണ്. അനസൂയ പറഞ്ഞു, എടുത്തോണ്ട് വരണം, എടുത്തോണ്ടൊന്ന് കൊടുത്താൽ മാത്രമേ ഉണ്ണിമോളുടെ ജീവനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണം. ഈ സമയം ഗിരിദേവൻ ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ആന്റിക്ക് ഇതിനകത്ത് എന്താ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. എന്ത്? അല്ല ഉണ്ണിമോളുടെ ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിൽ ആന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞേ? ഞാൻ ഉണ്ണിമോളെ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിക്കുന്നതാണോ പറയണേ? ഏയ് അങ്ങനെയല്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതിനുള്ള ഉത്തരം തരണമെന്ന് പറയാം. പിന്നെ ഗിരിദേവയുടെ ചോദ്യത്തിനുള്ള ഉത്തരം തരാനല്ല ഞാനിവിടെ ഇരിക്കണേന്ന് പറയാം. അനസൂയക്ക് പേടിയാ തന്റെ മനസ്സിലുള്ള കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുമെന്ന്. പെട്ടെന്ന് തന്നെ ഗിരിദേവൻ പറഞ്ഞു, ആന്റി എന്തിനാ പേടിക്കണേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? വേണ്ട, എനിക്കറിയാം നീ ചോദിക്കാൻ പോകുന്ന എന്തൊക്കെയാന്ന്. അതൊന്നുമല്ല ആന്റി, സാധാരണഗതിയിൽ പാമ്പ് കടിയിട്ട് ഒരാളുടെ അടുത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേനും, വിഷം തീണ്ടി വന്നു കഴിയുമ്പോഴത്തേനും ആ രോഗിയോട് അവരെന്താ പറയുന്നത്, പരിശോധിക്കുന്ന ആളെന്താ പറയുന്നത്, പോട്ടെ സാരമില്ലെന്ന് പറഞ്ഞിട്ട് അയാളുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുക ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ആന്റി എന്താ ചെയ്തേ? ഉണ്ണിമോളോട് എന്താ പറഞ്ഞത്? ഇനി രക്ഷയില്ല അങ്ങനെയല്ലേ പറഞ്ഞത്? ഹോസ്പിറ്റലിൽ എത്തിയാലും രക്ഷയില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ആന്റി അങ്ങനെ പറഞ്ഞത്? ആന്റിയുടെ മനസ്സ് വേറെ എന്തെങ്കിലും ഉദ്ദേശമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും മുത്തശ്ശിക്കും വല്ലാത്ത ദേഷ്യമായി. മുത്തശ്ശി പറഞ്ഞ്, പറയടി നിന്റെ മനസ്സിൽ ഉദ്ദേശം എന്തായാലും ചോദിക്കുകയാണ്. എനിക്കെന്ത് ഉദ്ദേശം? എനിക്ക് എന്റെ മോളെ പോലെ തന്നെയാ, താരമോളെ പോലെ തന്നെയാ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലെന്ന് പറയണം. ഗിരിദേവൻ പറഞ്ഞു, ഇത് വിശ്വസിക്കണില്ല ഞങ്ങള്. ആന്റി എന്റെ സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക, ഇച്ചിരി ഇല്ലാത്ത ഈ പിഞ്ചിബാലി ഇങ്ങനെ കിടക്കുന്നുണ്ട് ആന്റിക്കൊന്നും തോന്നില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനസു പറഞ്ഞു, എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞല്ലോ, ആ ദിവ്യാഭൂഷണം കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ ഉണ്ണിമോളെ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരിക്കും, അല്ലാതെ വേറൊരു മാർഗ്ഗമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനസൂയ തടിന്തപ്പ് നിൽക്കുക. പക്ഷേ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടില്ല. മുത്തശ്ശി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട്, സത്യം പറ, നീ ഉണ്ണിമോള് മരിച്ചു പോകണമെന്നല്ലേ ആഗ്രഹിച്ചോണ്ടിരുന്നേ, അതുകൊണ്ടല്ല നീ ഹോസ്പിറ്റലിൽ കൊണ്ടാ തിരികെ കൊണ്ടുവന്നേന്ന് ചോദിക്കണം. ഇത് കേട്ടൊരു ഞെട്ടലോട് കൂടിയിട്ട് അനസൂയ മുത്തശ്ശനെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.